أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ അതിൻ്റെ 31 മുതൽ 36 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, അവർ കാണുന്നില്ലേ? കം അഹ്ലക്ന, എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത്, ഖബ്ലഹും, അവർക്ക് മുമ്പിൽ നാം എത്രയാണ് നശിപ്പിച്ചിരിക്കുന്നത്. മിനൽ ഖുറൂനി, തലമുറകളെ. അവർക്ക് മുമ്പിൽ എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. അന്നഹും, തീർച്ചയായും അവർ, ഇലൈഹിം, അവരിലേക്ക്, ലാ യർജിഊൻ, മടങ്ങി വരുന്നില്ലല്ലോ. അവരൊന്നും തന്നെ അവരിലേക്ക് മടങ്ങി വരുന്നില്ലല്ലോ. വൈൻ കുല്ലുൽ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറുൻ. വൈൻ കുല്ലുൽ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറുൻ. അവയെല്ലാം തന്നെ ഒന്നൊഴിയാതെ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. മുഹ്ളറു എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. വ ആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈത്തത്തു, ശവമായി കിടന്ന ഭൂമി, മൃതമായി കിടന്ന ഭൂമി, മരിച്ചു കഴിഞ്ഞ ഭൂമി. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. വ അഖ്റജ്നാ മിൻഹ, അതിൽ നിന്നും നാം പുറപ്പെടുവിക്കുന്നു. ഹബ്ബൻ, ധാന്യം, നാം അതിൽ നിന്നും ധാന്യങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു, അതിൽ നിന്ന് അവർ തിന്നുകയും ചെയ്യുന്നു. വജഅൽനാ ഫീഹ, അവർക്ക് അതിൽ നാം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് നാം അതിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. ജന്നാത്തിൻ മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ നാം അതിലുണ്ടാക്കി കൊടുക്കുന്നു. വ അയനാബിൻ, മുന്തിരിത്തോട്ടങ്ങളും. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, വഫജ്ജർനാ ഫീഹാ, അതിൽ നാം പൊട്ടി ഒഴുക്കുന്നു, അതിലൂടെ നാം ഒഴുക്കിക്കൊടുക്കുന്നു. അൽ അൻഹാർ, വഫജ്ജർനാ ഫീഹാ, നാം അതിൽ പൊട്ടി ഒലിപ്പിക്കുന്നു. മിനൽ ഉയൂൻ, അരുവികളിൽ നിന്ന്, അഥവാ അരുവികൾ നാം അതിലൂടെ ഒഴുക്കുകയും ചെയ്യുന്നു. ലിയക്കുലു, അവർ ഭക്ഷിക്കാൻ വേണ്ടി. മിൻ സമരിഹി, അതിലെ കായ്കനികൾ അവർ ഭക്ഷിക്കാൻ വേണ്ടി. വമാ അമിലത്തുഹു ഐദീഹിം, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതും നാം അവർക്ക് നൽകുന്നു. അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അവർക്ക് നന്ദിയില്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, സുബ്ഹാന, പരിശുദ്ധനാണ്. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ്.
അൽ അസ്വാജ, ഇണകളെ സൃഷ്ടിച്ചവൻ. കുല്ലഹ, എല്ലാറ്റിലും. മിമ്മാ തുമ്പിത്തിലർന്നു, ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നതിൽ. വമിൻ അംഫുസിയും, അവരുടെ സ്വന്തം വർഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്ന്. അമിമ്മ ലാ യഅലമൂൻ, അവരറിയാത്ത വസ്തുക്കളിൽ നിന്നും നാം ഇണകളെ ഉണ്ടാക്കിക്കൊടുത്തു. സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈ മനുഷ്യരുടെ അവസാനത്തെ പറ്റി പറഞ്ഞു. ഒരൊറ്റ ഘോര ശബ്ദം കൊണ്ട് അവരെല്ലാവരെയും കെട്ടടങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നിട്ട് അതിനെപ്പറ്റി സൂചിപ്പിച്ചു, യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അടിമകൾക്കുണ്ടായ ദുഃഖമേ. മായതീഹി മിർ റസൂലിൻ, അവർക്ക് വന്ന പ്രവാചകന്മാരെ ഒക്കെ തന്നെ അവർ കളവാക്കുകയായിരുന്നു. എന്ത് പറഞ്ഞാലും അവരതിന് ധിക്കരിക്കുക അല്ലാതെ അതിലോട്ട് പോവുകയേ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് അള്ളാഹു മറ്റൊരു വിധത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അലം യറവും, അവർ കാണുന്നില്ലേ, കം അഹ്ലക്കിന ഖബ്ലഹും മിനൽ ഖുറൂനി, എത്രയെത്ര സമൂഹത്തെയാണ്, എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടത് അവർക്ക് മുമ്പ്. മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജഊൻ, അവരൊന്നും അവരിലേക്ക് മടങ്ങി വരുന്നില്ല. നമുക്കറിയാലോ, നമ്മളൊക്കെ ചുറ്റും ആയിട്ട് നശിപ്പിക്കപ്പെട്ട സമൂഹം, ആദ്യ സമൂഹ ഗോത്രങ്ങൾ, ഫിർഔനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറുതും വലുതുമായിട്ട് എത്രയെത്ര സമൂഹങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. അവരൊന്നും പിന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവർക്കാർക്കും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം വൈൻ കുല്ലുൽ ലമ്മ ജമിയുൽ ലദൈന മുഹ്ളറുൻ, നമ്മുടെ അടുക്കൽ അവയെല്ലാം തന്നെ ഹാജരാക്കും. പരലോകത്ത് അവരെ ഹാജരാക്കും. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. ഈ ലോകത്തേക്ക് അവരാരും തന്നെ വന്നില്ല എന്നത് ശരിയാണെങ്കിലും, ദുനിയാവിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിലും, അവരെല്ലാവരും തന്നെ പരലോകത്ത് അവരുടെ രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി അവിടെ വരിക തന്നെ ചെയ്യും. അവിടെ അള്ളാഹു കൊണ്ടുവരും, എല്ലാ നശിച്ച വിഭാഗത്തെയും കൊണ്ടുവരും. മരണം എന്ന് പറയുന്നത് തിരിച്ചുവരവില്ലാത്തതാണെങ്കിൽ വളരെ സന്തോഷദായകമായിരുന്നു എന്ന് ഒരു കവി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരികയും രക്ഷാശിക്ഷകൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വല്ലാത്തൊരു പ്രയാസമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും അവരുടെ രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങാൻ പരലോകത്തെത്തുക തന്നെ ചെയ്യും. എങ്ങനെയാണ് അള്ളാഹു എന്നോ മരിച്ചുപോയ ആൾക്കാരൊക്കെ ജീവിപ്പിക്കുക? കടലിൽ ചാടിയതുണ്ടാവും, അതേപോലെ തന്നെ കത്തിച്ച് കളഞ്ഞതുണ്ടാകും, മത്സ്യങ്ങളെ പിടിച്ച് വഴിഞ്ഞതുണ്ടാകും, അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് ഒരു ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈത്തത്ത്, ചത്ത് കിടന്ന, ശവമായി കിടന്ന, മൃതമായി കിടന്ന ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നുണ്ടല്ലോ. വേനൽക്കാലത്തൊക്കെ പോയി നോക്കിയാൽ കാണാൻ ഒരു പുല്ല് പോലും ഇല്ലാതെ കത്തിക്കരിഞ്ഞ പോലെ ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥ. പക്ഷെ ഒരു മഴ പെയ്യുന്നതോടുകൂടി അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. ആ സ്ഥലത്ത് കാണാൻ നമ്മളറിയാത്ത രൂപത്തിൽ എത്രയും പെട്ടെന്ന് അവിടെ പുല്ലും ചെടികളൊക്കെ മുളച്ച് ഒരു കാടിൻ്റെ പരുവത്തിലേക്ക് വരെ എത്തുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് അല്ലാഹു അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, അവർക്ക് ധാന്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്ന് അവർ തിന്നും ചെയ്യുന്നു. അപ്പോൾ നെല്ലുണ്ടാകുന്നത്, അതേപോലെ തന്നെ ഉള്ള വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ ഉണങ്ങിക്കരിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഭൂമിയിൽ നിന്നാണ്. അതിൻ്റെ കൂടെ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ,
അങ്ങനെ ഈ ചെറിയ ഈ ഈത്തപ്പനയുടെ കുരു മുളച്ചിട്ട് വലിയ ഈത്തപ്പന തോട്ടങ്ങളുണ്ടാകുന്നു. അതേപോലെ തന്നെ മുന്തിരിയുടെ തോട്ടങ്ങളുണ്ടാകുന്നു. അതിനിടയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ വരെ ആകെ വറ്റി വരേണ്ട ഭൂമിയിലൂടെ ആ ഉറവകളിൽ നിന്ന് ജലം അത് അരുവിയായി പുറത്തോട്ട് വരികയും ചെയ്യുന്നു. ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അരുവികളായിട്ട് പൊട്ടിയൊഴുക്കുന്നു അള്ളാഹു. ലിയക്കുലു മിൻ സമരിഹി, അതിലെ കായ്കനികൾ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ അള്ളാഹു ആരും കുഴിച്ചിടാത്ത രൂപത്തിൽ, ആരും നട്ടു വളർത്താത്ത രൂപത്തിലുള്ള ആ ചെടികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ അമിലത്തു വൈദിഹ്യം, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണവും അവർ സ്വന്തം തന്നെ നട്ടു വളർത്തുന്ന ചെടികളും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അത് നട്ട് വളർത്താൻ തന്നെ നട്ട് പോരുക എന്നല്ലാതെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും മനുഷ്യർ ചെയ്യാൻ പറ്റില്ല. അതിനെ പിടിച്ച് പൊക്കാനൊന്നും പറ്റില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ആ കഴിവെടുത്തുകൊണ്ട് അതിനെങ്ങനെ ഉയർത്തുകയാണ്, അതിനെ വളർത്തുകയാണ്. അത് കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ പൂടും, അതിൽ നിന്ന് കായ്കളുണ്ടാവും. ആ കായ്കൾ സുലഭമായി ആളുകൾ ഭക്ഷിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വലിയകുലു മിൻ സമരി വമാ അമിലത്തു ഹൈദിഹിം അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ. ഈ വറ്റി വരണ്ട ഭൂമിയെ ഹയാത്താക്കുന്ന അള്ളാഹു, ഒന്നും വളരില്ല എന്ന് തോന്നിയ സ്ഥലത്ത് വലിയ വൃക്ഷത്തോപ്പുകൾ ഉണ്ടാക്കുന്ന അള്ളാഹു, ഒരു ധാന്യമണി പോലുമില്ലാത്ത സ്ഥലത്ത് ഇഷ്ടം പോലെ ധാന്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിനുണ്ടോ നിങ്ങളെ സൃഷ്ടിക്കാൻ, രണ്ടാമതും സൃഷ്ടിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവുമോ എന്നാണ് അള്ളാഹു ഇതിലൂടെ മനുഷ്യരോട് ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനെ ഒന്നുകൂടി അവർ വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും ഇണകൾ സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹു പരിശുദ്ധനാണ്. ഏതിലൊക്കെ ഇണകളുള്ളത്? മിമ്മാ തുമ്പിത്തുൽ, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള വസ്തുക്കളും, എല്ലാത്തരം ചെടികളും നോക്കും. ചില പ്രത്യേക ചെടികളൊക്കെ ജാതി എന്നൊക്കെ പറയുന്നത് ഒരു മരത്തിൽ ആൺപൂവും മറ്റൊരു മരത്തിൽ പെൺപൂവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മരം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു കായ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അഥവാ അതിൽ നിന്ന് നമുക്ക് കായ്കനികൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു മരത്തിൽ തന്നെ ആണും പെണ്ണും ഉള്ളതുണ്ട്, രണ്ട് മരങ്ങളിലുള്ളത്, ഒരു വള്ളിയിലുള്ളതുണ്ട്, ഒന്നും രണ്ടും വള്ളികളിലുള്ളത്. അതൊക്കെ മിമ്മാ തുമ്പിത്തുൽ, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്ന അതിലൊക്കെ തന്നെ ഇണകളെ കാണാൻ പറ്റും. അതേപോലെ തന്നെ വമിൻ അൻഫുസിഹിം, അവരിൽ തന്നെ, അത് നമുക്കറിയാലോ, ആണും പെണ്ണുമായ മനുഷ്യനും ഇണ ചേർന്നുകൊണ്ടാണ് മക്കളുണ്ടാകുന്നത്. അപ്പോൾ അതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അത് മാത്രമല്ല വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്തതിലും എയും ബിയും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇണകൾ അതെല്ലാറ്റിലും അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടെന്നത്. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ ഒരു സംഗതി മാത്രം വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു രൂപത്തിലേക്ക് അള്ളാഹിനെ കാണാൻ പാടില്ല, അള്ളാഹിനെ ചെറുതാക്കി കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളതാണ് അള്ളാഹു. എല്ലാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദോഷത്തിൽ നിന്നും നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.